പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ വയറ്റ് സിക്സിലെ ജോ ഗേസിയും ഡെക്സ്റ്റർ ലൂമിസും അവരുടെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് നടത്തുന്നത് മെക്സിക്കൻ താരമായ റേ ഫിനിക്സ്, ആൻഡ്രാഡെ തുടങ്ങിയവരുടെ ടീമിന് എതിരെയാണ്. നമുക്കിന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് ഫേറ്റൽ ഫോർവേഡ് ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ പങ്കെടുത്തത് DIY, മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ്, ഫ്രാക്സിയം എന്ന ടീമും ആൻഡ്രാഡെ, റേ ഫിനിക്സ് തുടങ്ങിയവരുടെ ടീമുമായിരുന്നു. അതികിടിലമായിട്ടുള്ള ഒരു ഫേറ്റൽ ഫോർവേഡ് ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. ഈ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മത്സരം കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രൊഡിക്ഷൻ അത് DIY വിജയിക്കുമെന്നുള്ള തലത്തിലായിരുന്നു. കാരണം ബാക്കിയുള്ള 3 ടീമും ഒരു ഫേസ് പോലെ നിൽക്കുന്ന ഒരു ടീമാണ്. ഇതിൽ ഒരു വില്ലന്മാർ പോലെ നിൽക്കുന്നത് DIY ആണ്. അപ്പോൾ DIY വിജയിച്ച് വയറ്റ് സിക്സിൻ്റെ ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആൻഡ്രാഡെ, റേ ഫിനിക്സ് തുടങ്ങിയവരുടെ ടീമിനായിരുന്നു ആ നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ അതിഗംഭീര പ്രകടനത്തോടു കൂടി വിജയിക്കാൻ സാധിച്ചത്. അങ്ങനെ വയറ്റ് സിക്സിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ആൻഡ്രാഡെ, ഫിനിക്സ് തുടങ്ങിയവരുടെ ടീമിനെതിരെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കൺഫേം ചെയ്തിട്ടുള്ള മത്സരം അലക്സ ബ്ലിസ് വേഴ്സസ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ റോക്സിനി പെരസ് തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റഗൽ റോഡ്രിഗസ് എന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യനും ഷാർലറ്റ് ഫ്ലെയർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഷാർലറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അലക്സ ബ്ലിസ് വന്നിട്ടുണ്ടായിരുന്നു. റോക്സിനി പെരസിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അലക്സ ബ്ലിസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഷാർലറ്റ് ഫ്ലെയറിൻ്റെ വിജയത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പിൻഫോളിലൂടെ റഗൽ റോഡ്രിഗസിനെ ഷാർലറ്റ് പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. റോക്സിനി പെരസിനെതിരെ അലക്സ ബ്ലിസ് മത്സരിക്കാൻ വരുമ്പോഴും ഷാർലറ്റിൻ്റെ ഒരു സഹായം അലക്സ ബ്ലിസിന് ലഭിച്ചേക്കും. എന്തായാലും നല്ലൊരു കിടിലമായിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡപ്പാണ് നിലവിൽ സ്മാക്ഡൗണിൽ ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ സെഗ്മെൻറ്റുകളിലൂടെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇതുവരെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു സെഗ്മെൻറ്റാണ്. സമ്മർ സ്ലാമിൽ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ജെല്ലി റോള്, റാൻഡി ഓർട്ടൺ, ലോഗൻ പോൾ, ഡ്രൂ മാക്കൻഡയർ ഇങ്ങനെ 4 പേരുടെ ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു സ്റ്റീൽ കേജ് മത്സരമാണ്. ജേക്കബ് ഫാറ്റു എന്ന ചലഞ്ചർ, അദ്ദേഹം US ചാമ്പ്യനായ സോളോസിക്കോവയുടെ ടൈറ്റിലിനാണ് ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീര സ്റ്റീൽ കേജ് മത്സരം പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് ആരംഭം കുറിക്കുന്നതായി കാണാൻ സാധിച്ചത്. ബാക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഒരു കാർ ആക്സിഡൻറ്റ് നടക്കുന്നു. പിന്നീട് ജേക്കബ് ഫാറ്റു ആണത് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം അവിടെ കാർ അപകടത്തിൽ പെട്ടത് സോളോസിക്കോവയുടെ MFT എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗങ്ങളായിരുന്നു. തുടർന്ന് ജേക്കബ് ഫാറ്റുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും ജേക്കബ് ഫാറ്റു അല്ലാതെ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. സോളോസിക്കോവയും ടീമും പ്ലാൻ ചെയ്തിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കാർ അപകടമാണെന്ന് മനസ്സിലാക്കി സോളോസിക്കോവയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലൂടെയൊക്കെയാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സോളോസിക്കോവയ്ക്ക് അതിനു മുൻപ് ഒരു ബ്രൗളിൽ ഏർപ്പെടുന്നതായി കാണാൻ സാധിച്ചു. കൂടാതെ MFT എന്ന് പറയുന്ന ടീമിലെ ടോങ്ക ലോവയെയും ജെസി മെറ്റയെയും ജിമ്മി ഊസോ അതുപോലെ തന്നെ ജേക്കബ് ഫാറ്റു തുടങ്ങിയവർ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ജനറൽ മാനേജറായ ഏദം പിയേഴ്സി സ്റ്റീൽ കേജ് മത്സരം US ടൈറ്റിലിന് വേണ്ടി സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നീട് സമ്മർ സ്ലാമിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. റഗൽ റോഡ്രിഗസ്, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ ജഡ്ജ്മെൻറ്റുടെ ടീം ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീമിന് എതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരവും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് സ്റ്റെഫനി വെക്കേർ എന്ന റെസ്ലറിനെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ സ്റ്റെഫനി വെക്കേറിന് മത്സരമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നിക്കി ബെല്ലയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അൽബ ഫെയറിനെതിരെ സ്റ്റെഫനി വെക്കേർ മത്സരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുറച്ച് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു മത്സരമാണെങ്കിൽ പോലും നല്ലൊരു പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ബോച്ചുകളോ മിസ്റ്റേക്കുകളോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. സ്റ്റെഫനി വെക്കേർ തന്നെയാണ് മത്സരത്തിൽ വിജയിച്ചത്. മത്സരശേഷം പൈപ്പർ നെവൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടിക്കുന്ന സ്റ്റെഫനി വെക്കേറിനെയും കൂടി അവിടെ കാണിക്കുമ്പോൾ സ്റ്റെഫനി വെക്കേർ എന്ന് പറയുന്ന റെസ്ലറിനെ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. കൂടാതെ സ്റ്റെഫനി വെക്കേറിനെ ഒരു പവർഫുൾ റെസ്ലറാക്കി കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സൂപ്പർ
പവർ ഹൗസ് റെസ്ലറായ പൈപ്പർ നെവനെ എതിരെ അടിച്ചു നിൽക്കുന്ന സ്റ്റെഫനി വെക്കാറിൻ്റെ മൊമെൻ്റൊക്കെ ആ മത്സരത്തിന് ശേഷം കാണിച്ചത്. സ്റ്റെഫനി വെക്കാറിന് ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റ് വരെ ഇനി അങ്ങോട്ട് നല്ല രീതിയിലൊരു പരിഗണന രണ്ട് ബ്രാൻഡിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് അലിസ്റ്റർ ബ്ലാക്കിനെ സംബന്ധിച്ചാണ്. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഹീൽ വർക്കിലേക്ക് ഇനി അങ്ങോട്ട് സ്റ്റോറികൾ കടക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു മൊമെൻറ്റ് കൂടി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിക്കുന്നത്. ഡാമിയൻ പ്രീസ്റ്റിനെ അലിസ്റ്റർ ബ്ലാക്ക് ആക്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ബ്ലാക്ക് മാച്ച് കൊടുത്ത് ഡാമിയൻ പ്രീസ്റ്റിനെ അലിസ്റ്റർ ബ്ലാക്ക് ആക്രമിക്കുന്നതിലൂടെ ഡാമിയൻ പ്രീസ്റ്റും അലിസ്റ്റർ ബ്ലാക്കും തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് അനൗൺസ് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അലിസ്റ്റർ ബ്ലാക്ക് എന്ന താരം ഹീലായിട്ട് എത്ര മികച്ച രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിന് വലിയ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ചർച്ചയൊന്നും ആവശ്യമില്ല. ഇതിന് മുൻപേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അലിസ്റ്റർ ബ്ലാക്ക് എന്ന് പറയുന്ന താരത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഹീലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ക്രിയേറ്റീവ് ടീമും അത്തരത്തിൽ തന്നെയാണ് അലിസ്റ്റർ ബ്ലാക്കിനെ ഇനി അങ്ങോട്ട് പരിഗണിക്കാൻ പോകുന്നത്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് പുറത്തേക്ക് വന്ന വാർത്തകൾ അലിസ്റ്റർ ബ്ലാക്കിന് വമ്പൻ പുഷ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡാമിയൻ പ്രീസ്റ്റിനെതിരെയുള്ള സ്റ്റോറി സമ്മർ സ്ലാമിൽ തന്നെ അവസാനിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നമ്മൾ കുറച്ചധികം മാസങ്ങളായി കാത്തിരിക്കുന്ന ഒരു ബിഗ് അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. ജോൺ സിന നായകനായിട്ടും കോഡി റോഡ്സ് വില്ലനായിട്ടുമുള്ള സ്റ്റോറി വരാൻ പോകുന്നു. അല്ലെങ്കിൽ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡബിൾ ടേൺ ആയിരിക്കുമെന്നാണ്. അതായത് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ മത്സരങ്ങളിൽ മാത്രം WWE ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഡബിൾ ടേൺ സ്ട്രാറ്റജി ഉണ്ട്. അതാണ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള തലത്തിലുള്ള ചില തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് രാവിലെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്. അപ്പോൾ അതിൽ എന്താണ് നടന്നത് എന്ന് പ്രത്യേകം പറയുന്നില്ല. കോഡി റോഡ്സ് സ്റ്റിൽ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. അപ്പോൾ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ കോഡി റോഡ്സിനെ കാണിക്കുന്നതിൻ്റെ കൂടെ എത്ര കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. കോഡി റോഡ്സിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കോഡി റോഡ്സ് ഒരു പിക്ചർ കോൺട്രാക്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പിക്ചർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കോൺട്രാക്റ്റോ കോഡി റോഡ്സിൻ്റെ ഡ്രസ്സോ ഒന്നുമല്ല നമ്മുടെ ഒരു ശ്രദ്ധയിലേക്ക് വന്നത്. കോഡി റോഡ്സ് ധരിച്ചിരിക്കുന്ന വാച്ചാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നത്. ഈ വാച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റോക്ക് കോഡി റോഡ്സിന് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു. ഈ വാച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് എലിമിനേഷൻ ചേംബറിൽ ജോൺ സിന കോഡി റോഡ്സിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എല്ലാം നോക്കുമ്പോൾ കോഡി റോഡ്സ് വില്ലനാകാൻ പോകുന്നു. റോക്കിന് അന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു കാര്യം അത് കോഡി റോഡ്സ് ഏറ്റെടുക്കാൻ പോകുന്നു. കോഡി വില്ലനാകാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കി തരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പിൻ്റെ തുടക്കമാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കോഡി റോഡ്സ് ഇന്ന് ആ ടൈറ്റിലെടുത്ത് ജോൺസിനെ ആക്രമിച്ചതും ജോൺസിനെ പിന്നീട് ആ ടേബിളിൻ്റെ മുകളിൽ കിടത്തിക്കൊണ്ട് സ്പ്ലാഷ് എന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിച്ചതും എല്ലാം ഇങ്ങനെ ഒത്തുനോക്കുമ്പോൾ ഈ ഒരു പിക്ചറും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചതൊക്കെ നോക്കുമ്പോൾ കോഡി റോഡ്സ് വില്ലനാകുന്നത് തന്നെയായിരിക്കും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക. അപ്പോൾ കോഡി റോഡ്സ് വില്ലനാകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് വരുന്ന ജോൺ സിന നായകനാകും. അപ്പോൾ ജോൺ സിന നായകനായി തിരികെ വരുന്ന ഒരു മൊമെൻറ്റിലൂടെയായിരിക്കും സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻ്റ് അവസാനിക്കാൻ പോകുന്നത് എന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു റൂമേഴ്സ്. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് 100% ഉറപ്പ് പറയുന്നില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില റൂമേഴ്സ് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.